മുടിയൊക്കെ കോതി മിനുക്കി എങ്ങോട്ടാണ് രാവിലെ എന്നായിരിക്കും അല്ലേ. ഇന്ന് എക്സസൈസ് വീഡിയോ ഒന്നും ഇല്ലേ, സത്യത്തിൽ സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒന്ന് കറങ്ങാൻ പോവുകയാണ്. കറങ്ങാനൊന്നല്ല, നമുക്ക് ഷോപ്പിലേക്ക് കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനുണ്ട്. കൂടാതെ ഒന്ന് ഡോക്ടറെ കൂടി കാണണം. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല ഒരു ഹോട്ടൽ കണ്ട്, അപ്പോൾ നല്ല തിരക്ക് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഫുഡ് നല്ലതാണെന്ന് തോന്നുന്നു. ആൾക്കാർ ഒരുപാട് കയറുന്നു ഇറങ്ങുന്നു, നിറയെ വണ്ടികളൊക്കെ കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരല്പം മുന്നോട്ട് പോയെങ്കിലും തിരികെ ബാക്കിലോട്ട് വന്ന് നല്ലൊരു ദോശയും വടയും കൂടി കഴിച്ചു കേട്ടോ. വലിയൊരു ഹോട്ടലാണ്, നല്ല തിരക്കുണ്ട്. പക്ഷേ അവിടെ പൂരി മസാല തീർന്നു പോയിരുന്നു. മണി 9:15 അപ്പോഴേക്ക് സമയം. നല്ലൊരു കോഫിയും കുടിച്ചു, ദോശയും കഴിച്ചു. ഞങ്ങൾ പോകുന്നു. പൂരി മസാല തീർന്നു പോയത് കൊണ്ട് എനിക്ക് പിന്നെ സാധാ ദോശ മതി എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ വാഷ് ചെയ്യുന്ന സ്ഥലമൊക്കെ നല്ല ക്ലീനായിരുന്നു. അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ കയറുന്നത്. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറുന്ന സ്ഥലം വൃത്തിയും വെടുപ്പും ഉണ്ടാവണമല്ലോ. അപ്പോൾ നോക്കൂ, ആൾക്കാർ പിന്നെയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് നല്ല തിരക്കുള്ളൊരു ഹോട്ടലായിരുന്നു. അപ്പം ഹസ്ബൻഡ് ഒരു ചായയാണ് കുടിച്ചത്, ഞാനൊരു കോഫി. പുറത്ത് പോകുമ്പോൾ മിക്കവാറും ഞാനൊരു കോഫി ആയിരിക്കും കുടിക്കുന്നത്. എനിക്ക് അതാണ് ഇഷ്ടം. കാരണം നമ്മൾ വീട്ടിലെപ്പോഴും ചായ എല്ലാവർക്കും തിളപ്പിക്കുമ്പോൾ നമ്മളും അത് കുടിക്കും. അപ്പോൾ ഇങ്ങനെ ധാരാളം വണ്ടികൾ കണ്ടതുകൊണ്ടാണ് ഞങ്ങളും അവിടെ കയറിയത്. ഈ ഹോട്ടലിൻ്റെ പേര് ലക്ഷ്മി ഹോട്ടൽ എന്നാണ്. അത്യാവശ്യം നല്ല തിരക്ക് തന്നെയുണ്ട്. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ ഒരു 9 മണി 9:15 ടൈം ആയതുകൊണ്ട് തന്നെ റോഡിലും അല്പം തിരക്കുണ്ടായിരുന്നു. സാറ്റർഡേ ആയതുകൊണ്ട് വലിയ തിരക്കില്ല എങ്കിലും. ഇപ്പോൾ ഇത് നമ്മുടെ റോഡ് പണി നടക്കുന്നത് കൊണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. എപ്പോഴും കാണുന്നതാണ്, പക്ഷേ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാനിതൊക്കെ ഒന്ന് നിങ്ങളെ കൂടി കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പലരും കാണുന്ന കാഴ്ചയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം നമുക്ക് യാത്ര ചെയ്യാൻ. പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ വന്നതുകൊണ്ട്, മേൽപ്പാലം വരുന്നത് കൊണ്ട് നമുക്കതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ല കൂള് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ AC ഇപ്പോൾ ഒന്നുമല്ല കേട്ടോ, അത്രയ്ക്ക് ചൂടാണ്. അപ്പോൾ കാഴ്ചകൾ കാണുന്നത് എപ്പോഴും എൻ്റെ ഒരു കൗതുകമാണ്. എത്ര പ്രാവശ്യം ഒരു മാസത്തിൽ ഇതിലേ പോകുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ 3 പ്രാവശ്യം, ചിലപ്പോൾ 4 ആഴ്ചയിലും ഞങ്ങൾ ഇങ്ങനെ പോകാറുണ്ട്. കാരണം അപ്പോഴേക്ക് എന്തെങ്കിലും സാധനം തീരുകയാണെങ്കിൽ ഞാനും ഹസ്ബൻഡും കൂടി അങ്ങ് പോയേക്കും. അത് നമുക്കൊരു കറക്കവും ആവും, മനസ്സിനൊരു ഉന്മേഷവുമാവും. അപ്പോൾ പിന്നെ അതങ്ങ് വേണ്ട, നമുക്കൊന്ന് കറങ്ങിയേക്കാം എന്ന് വിചാരിച്ച് പുറത്തുനിന്നൊരു ഫുഡും ഒക്കെ കഴിച്ച് അങ്ങനെ തിരിച്ച്. ഇന്ന് ഞങ്ങൾ രണ്ടാളും വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഒരു ചെറിയ കളർ ഷെയ്ഡ് ഹസ്ബൻഡിൻ്റെ ഷർട്ടിനുണ്ട്, എങ്കിലും വൈറ്റായിട്ട് കൂട്ടാം. ഞാനും വൈറ്റ് ടോപ്പും വൈറ്റ് പാൻറ്റുമാണ് ഇട്ടേക്കുന്നത്. ഫുൾ വീഡിയോ കാണിക്കാം. ഇതിനിടയ്ക്ക് ഞങ്ങൾ കുറച്ച് ജ്യൂസ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തണ്ണിമത്തൻ, അപ്പം അത് കുറച്ചൊന്ന് കഴിച്ചു. ഇപ്പം കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ഞാൻ പറഞ്ഞു ഇതിനിടയ്ക്ക് ഒരു ഹോസ്പിറ്റൽ എന്ന് ചോദിച്ചാൽ, എൻ്റെ കൈക്ക് ഒരു 10 വർഷത്തിനപ്പുറമായി ഒരു ചെറിയ മരവിപ്പ്. ഞാനതത്ര കാര്യമാക്കിയില്ലായിരുന്നു, പക്ഷേ കൊളസ്ട്രോൾ കൂടിയിട്ടാവും എന്നൊക്കെ വിചാരിച്ചങ്ങനെ. അപ്പോൾ കൈ മരവിക്കുമ്പോൾ കൈക്ക് നല്ല റിങ്കിൾസ് ഉണ്ടാകുമായിരുന്നു, വല്ലാതെ ചുളിവ് വീഴുമായിരുന്നു. അപ്പം അതുകൂടി കാണിക്കാമെന്ന് വെച്ചിട്ടാണ് പോയത്. അവിടെ കാണിക്കുക. കഴിഞ്ഞ ആഴ്ച ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് കാണിച്ചായിരുന്നു. അപ്പോൾ വളരെ കുറവുണ്ട് ഈ ആഴ്ച. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു 3 ആഴ്ച കൂടി കഴിച്ചിട്ട് വരൂ, എന്നിട്ടും കുറവില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കൈവെള്ളയുടെ അകത്തൊരു സർജറി ചെയ്യേണ്ടി വരുമെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഇതുപോലെയുള്ള പ്രശ്നങ്ങളുള്ള ഒരുപാട് പേരുണ്ട്. കൈ വല്ലാതെ മരവിക്കുമ്പോൾ അവർ ധരിക്കുന്നത് കൊളസ്ട്രോൾ ആണെന്ന് വെച്ച് അങ്ങനെ വർഷങ്ങളോളം കൊളസ്ട്രോളിൻ്റെ മരുന്നൊക്കെ ഡോക്ടർ പറയും. ചില ഡോക്ടർ പറയാറുണ്ട് കൊളസ്ട്രോൾ ആണെന്ന്. ചില ഡോക്ടർമാർ അതിൻ്റെ കറക്റ്റ് കാര്യം പറയും. എല്ലാ ഡോക്ടർമാരെ അടച്ച് എനിക്ക് പറയാൻ സാധിക്കില്ല. അപ്പോഴും ഞാനും കൊളസ്ട്രോൾ ആണെന്ന് വെച്ച് ഫുഡൊക്കെ കുറേ കൺട്രോൾ ചെയ്തു. അപ്പോൾ അതാണ്ട് ഇനിയിപ്പം ഞങ്ങൾക്ക് എല്ലായിടവും കഴിഞ്ഞ് ഡോക്ടറെയൊക്കെ കണ്ട് തിരികെ വന്നപ്പോൾ ഉച്ച ടൈമായി കേട്ടോ. അപ്പോൾ താള് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശീമാട്ടി ടെക്സ്റ്റൈൽസിൻ്റെ തൊട്ടടുത്താണ് ഈ താളിൽ വന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാം എന്ന് വിചാരിച്ചു. ഞങ്ങളുടെ സ്ഥിരം ഭക്ഷണം കഴിപ്പ് അവിടെയാണ്. ഉച്ചനേരത്തെ ഭക്ഷണം അവിടെ നിന്ന് കഴിക്കുമ്പോൾ നല്ല തൃപ്തിയാണ്. അവിടെ ഭയങ്കര തിരക്കാണ്, എപ്പോഴും ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും.
അപ്പം താണ്ടെ ഞങ്ങളും അവിടെ വന്നു വണ്ടി ഒന്ന് പാർക്ക് ചെയ്തു, അകത്ത് കിടന്നു. അകത്തെ തിരക്ക് നോക്കൂ, ഇങ്ങനെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫുഡിന് എപ്പോഴും നല്ല ഫ്രഷ്നെസ് ആയിരിക്കും. കാരണം വരുന്നതൊന്നും മിച്ചമുണ്ടാകില്ല എന്ന് ഈ ഒരാൾ തിരക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഞങ്ങളും പോയി കൈ വാഷൊന്ന് കഴുകി പുറത്തിരിക്കാമെന്ന് വെച്ചപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉള്ളിൽ AC റൂമിലേക്ക് പോയി. അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചു. എന്താണ് കഴിക്കേണ്ടതെന്നുള്ള ഒരു ചിന്ത ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു, നമുക്ക് ഇന്ന് ഒരു ബിരിയാണി ആകാമെന്ന്. അപ്പം ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ചിക്കൻ ബിരിയാണി അല്ല, ചിക്കൻ ഫ്രൈഡ് റൈസാണ്. ഹസ്ബൻഡ് ബീഫാണ്, പുള്ളിക്കിഷ്ടം, ബീഫായിരിക്കും കഴിക്കുന്നതെന്ന്. അപ്പോൾ അതാണ്ട് ഞങ്ങളങ്ങനെ അവിടെ വന്ന് വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും ബീഫ് ബിരിയാണിയും കണ്ടോ, ആളുകളുടെ തിരക്ക് കണ്ടോ, നിറയെ ആളാണ്, എപ്പോഴും തിരക്കാണ് അവിടെ. എപ്പം നമ്മൾ ചെന്നാലും നിറയെ ആൾക്കാരിങ്ങനെ ഉണ്ടാകും കണ്ടോ. അപ്പം ഈ ഹോട്ടലാണ് ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയ ഹോട്ടൽ. അപ്പോൾ ദാണ്ടെ നോക്കൂ, അവിടെ നമുക്കുള്ള സാധനം എത്തി, ഞങ്ങളത് കഴിക്കാൻ തുടങ്ങിയാണ് കേട്ടോ. ഞാൻ കുറച്ച് സോസൊക്കെ ഒഴിച്ചു. എനിക്ക് സോസൊക്കെ ഒഴിച്ച് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സോസൊക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അത് സൈഡായിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല. പിന്നെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞല്ലോ ബീഫ് ബിരിയാണിയാണ് വാങ്ങിച്ചത്. അപ്പം ഇതുമൊക്കെ കഴിച്ച് നല്ല സുന്ദരമായ ബിരിയാണി, ഫ്രൈഡ് റൈസാണ് കേട്ടോ, ബിരിയാണി അല്ല ഫ്രൈഡ് റൈസ്. ഇത് അവിടുത്തെ അലങ്കാര പണികളാണ് മുകളിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്. കൗതുകത്തോടു കൂടി എപ്പോഴും വരുമ്പോഴും ഞാനത് നോക്കാറുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം ഒന്ന് വീഡിയോ പിടിച്ചതാണ്. ഇപ്പോഴും കണ്ടോ, ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കാണുന്നത് തന്നെ നമുക്കൊരു മനസ്സിന് സന്തോഷമാണ്. അവിടുത്തെ ഫുഡ് കഴിച്ചിറങ്ങുമ്പോൾ മനസ്സും ശരീരവും ഒരുപോലെ നിറയുമെന്ന്. ഹസ്ബൻഡ് വണ്ടി എടുക്കുന്ന നേരം കൊണ്ട് ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നിങ്ങളെ പിടിച്ച് കാണിക്കുകയാണ് കേട്ടോ. ഈ തിരക്കിനിടയ്ക്കിലൊക്കെ അല്പം വെയിലുണ്ടെങ്കിലും ഒന്ന് നടന്ന് ഈ ഒരു വീഡിയോ ഒക്കെ പിടിക്കുമ്പോൾ ഒരു സുഖമുണ്ട് മനസ്സിന്. കാരണം ഇത് നിങ്ങളിൽ എത്തിക്കാൻ എനിക്ക് സാധിക്കുമല്ലോ എന്നുള്ള ഒരു സന്തോഷം. അപ്പോഴേക്കും ഹസ്ബൻഡ് പറഞ്ഞു 2 ജീരകമെടുത്ത് വായിലിട്ടോളൂ എന്ന്. അപ്പം ഞാനും 2 ജീരകമെടുത്ത് വായിലിട്ടു. ഞങ്ങൾ ദാണ്ടെ വീണ്ടും ഞങ്ങളുടെ വണ്ടിയിൽ കയറുകയും കുറച്ച് പർച്ചേസ് നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. കുറച്ച് ഡ്രസ്സുകൾ കൂടി നമുക്ക് എന്തൊക്കെയോ തീർന്ന ഐറ്റംസ് ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിക്കാം എന്ന് കരുതി ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ഹോൾസെയിൽ ടെക്സ്റ്റൈൽസിൽ വരുന്ന പല കളറുകളും ഡ്രസ്സുകളും കണ്ട് അവിടുന്ന് കുറച്ച് ഓർണമെൻറ്റ്സ് വാങ്ങിക്കാൻ പോകണമായിരുന്നു. അവിടെ പോയി കുറച്ച് ഓർണമെൻറ്റ്സും എടുത്തു. അപ്പം ഇതൊക്കെ ഗ്യാരണ്ടി ആഭരണങ്ങളാണ്. നമുക്ക് അത്യാവശ്യം നന്നായി നമ്മുടെ ഷോപ്പിൽ ഇത് പോകുന്നുണ്ട്. കാരണം ഇത് അത്രയും നല്ല ക്വാളിറ്റിയാണ്. മാത്രവുമല്ല ലോ പ്രൈസിലാണ് ഞാൻ ഇതൊക്കെ വിൽക്കുന്നത്. ആൾക്കാർ കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ച് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇതൊന്ന് റീപ്ലേറ്റ് ചെയ്യണമെന്നോ പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല. അവർ കുറേ നാൾ ഉപയോഗിച്ചതിന് ശേഷം പുതിയ ഐറ്റം വാങ്ങിക്കാനാണ് സന്തോഷത്തോടെ എൻ്റെ അടുക്കിലേക്ക് വരുന്നത്. അപ്പോൾ ഞാനിതിൽ നിന്നും ഒരു മാല, അതുപോലെ തന്നെ കൊലുസ്, പിന്നെ ചോക്കർ പോലത്തെ അത് അങ്ങനത്തെ ഉള്ളത്, കമ്മലുകൾ, അങ്ങനെ കുറേ ഐറ്റം എടുത്ത്, ജിമുക്ക്, അതുപോലെ മിഞ്ചി. അതിനുശേഷം തിരികെ വരുമ്പോൾ ഞങ്ങൾ സ്ഥിരം കുടിക്കുന്ന ഒരു മാഞ്ചോട്ടിലൊരു ചായക്കടയുണ്ട്. ഭയങ്കര തിരക്കാണ്. അവിടെയുള്ള സ്റ്റാഫും അതുപോലെ തന്നെ എല്ലാവരും വന്ന് കഴിക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് ചായയും 2 വടയും കഴിച്ചു. വീണ്ടും ഞങ്ങൾ മറ്റൊരു ടെക്സ്റ്റൈൽസിൽ കയറി. ഇത് റീറ്റെയിൽ ഷോപ്പാണ് കേട്ടോ. അവിടെയും ഒരു കൗതുകത്തോടെ ഇവിടുത്തെ വിലകളൊക്കെ എന്താണ്, എങ്ങനെയാണ് ഇവിടുത്തെ മെറ്റീരിയൽസൊക്കെ ഒന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെയും എല്ലായിടവും ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കി. ഒന്നും വാങ്ങിയില്ല കേട്ടോ. ഏതായാലും ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി. അപ്പോൾ പിന്നെ എല്ലായിടവും ഒന്ന് കണ്ട് കേട്ട് പോരാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മൾ വരുമ്പോഴത്തേക്ക് പുതിയൊരു ഷോപ്പായിരുന്നു, അതിവിശാലമായ ഒരു ഷോറൂം. അവിടെ കാണുമ്പോൾ നമ്മളും ഒരു ടെക്സ്റ്റൈൽസ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരല്ലേ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാം കയറി നടന്ന് ഇതിനിടയിൽ ഞാൻ വീഡിയോ പിടിച്ച് അങ്ങനെ നിങ്ങൾക്കായിട്ടാണ് ഇതെല്ലാം ഞാൻ ചെയ്യുന്നത്. അങ്ങനെ തിരിച്ച് പോരുകയാണ്. രാവിലെ 9:15 പോയി ഞങ്ങൾ രാത്രി 9:15 തിരിച്ചു വരുന്നു. ഇത് കൗതുകത്തിന് ഹസ്ബൻഡ് വാങ്ങിച്ചതാണ്. കാറിൽ ഞാൻ തൂക്കി. രാത്രി കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു കോഴിക്കുഞ്ഞാണ് കേട്ടോ. ഒന്ന് തട്ടിക്കൊടുത്താൽ ഒരു കട്ടറെ വീഴുമ്പോഴൊക്കെ ഇതിങ്ങനെ മിന്നിത്തെളിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം.